ഒരു നിമിഷം നിൽക്കണം. ഇന്ന് ഓഗസ്റ്റ് 6-ാം തീയതി. നമുക്കെന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇന്ന് പതിവ് പോലെ ഒരു 13 വയസ്സുകാരി, സെസുക്കോ നെർലോ എന്നാണ് കുട്ടിയുടെ പേര്. ജപ്പാന്റെ നഗരത്തിലൂടെ 7-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിദ്യാലയത്തിലേക്ക് നടന്നു പോവുകയാണ്. അവൾ നടക്കുന്ന വഴിയുടെ 2 കിലോമീറ്റർ അകലെ അമേരിക്ക ജപ്പാന് മീതെ ആറ്റം ബോംബ് നിക്ഷേപിക്കുന്നു. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ അവിടെ തൊട്ടടുത്ത് നിന്ന ബിൽഡിംഗ് അവിടെ മേൽ മറിഞ്ഞു വീഴാണ്. കെട്ടിടത്തിനുള്ളിൽ പെട്ടതുകൊണ്ട് തന്നെ അവൾക്ക് വളരെ തീവ്രമായ രശ്മികളൊന്നും അവളുടെ മേലടിച്ചില്ല. എങ്ങനെയോ കഷ്ടപ്പെട്ട് അവൾ പുറത്തിറങ്ങിയപ്പോൾ അവൾ അനുഭവിച്ച കാര്യം അവൾ എഴുതി വെക്കുന്ന ഇപ്രകാരമാണ്: ഞാൻ ഓർമ്മ വന്നപ്പോ കേട്ടത് നിലവിളികളാണ്. അമ്മേനെ രക്ഷിക്കണേ, ദൈവമേനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ കരയുന്നത്. ഒരു വൃദ്ധന്റെ സഹായത്തോടു കൂടെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അന്ന് പകുതി രാത്രിയായി. എനിക്ക് ചുറ്റും ഭീകരമായ ഇരുട്ട്. ഒരുപാട് പ്രേതാത്മാക്കൾ എന്റെ മേലെ നടന്നു വരുന്നു. കരിപിടിച്ച പ്രേതാത്മാക്കൾ. അടുത്ത് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞ് അവർ മനുഷ്യരായിരുന്നു. പലർക്കും പല അവയവങ്ങളില്ല, കൈകാലുകളില്ല. ചിലവരുടെ ഫ്ലഷില് ബോണിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്ന് കിടക്കുക. ചിലവരുടെ കയ്യില് ഐബോൾസ് പിടിച്ചിട്ടാണ് നടന്നു വരുന്നത്. കത്തിക്കരിഞ്ഞ കുറെ ഭീകര രൂപങ്ങൾ. യുദ്ധത്തിന്റെ ഭീകരത. ഇന്ന് യുദ്ധത്തിനെതിരെ പല പോസ്റ്റുകളും സ്റ്റോറികളും സ്റ്റാറ്റസുകളും നമ്മൾ ഇടും. യുദ്ധകുതിയന്മാർക്കെതിരെ പല വിമർശനങ്ങളും നാം ഉയർത്തും. പക്ഷെ അവിടെയെല്ലാം നാം തിരിച്ചറിയാതെ പോകുന്ന ചില യുദ്ധങ്ങളുണ്ട്. നമ്മുടെ ഇടയിൽ നടക്കുന്ന ചില യുദ്ധങ്ങൾ. അവനെന്നെ അവഹേളിച്ചതും അപമാനിച്ചതും ഉപദ്രവിച്ചതും വേദനിപ്പിച്ചതും അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാനും നീയും മൂർച്ച കൂട്ടി എടുത്തു വെച്ചിരിക്കുന്ന ചില പുതിയ ആയുധങ്ങളില്ലേ, ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്ന യുദ്ധങ്ങളില്ലേ, അവ ഇന്ന് ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തല്ലുകൂട്ടം ഇന്നും അതിന്റെ പേര് തല്ലുകൂടുന്നുണ്ടെങ്കിൽ, ഒരുത്തൻ ചെയ്ത തെറ്റ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരോട് പ്രതികാരം ചോദിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ മനോഭാവം ഇന്ന് അവസാനിപ്പിക്കണം. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതവും സ്വപ്നവും സമാധാനവും കത്തിയെരിഞ്ഞ, പച്ച മാംസത്തോടുകൂടെ കത്തിയെരിഞ്ഞ ഈ ദിവസം ലക്ഷക്കണക്കിന് സുഡാക്കുകളുടെ സ്വപ്ന തീരത്തേക്ക് അയച്ചിട്ടു. സ്കൂളുകളിൽ യുദ്ധത്തിന്റെ പ്രാധാന്യം, യുദ്ധം ഒഴിവാക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വിവരിച്ചിട്ടുമല്ല. എന്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും സമാധാനത്തിന്റെ പ്രാവുകൾ പറക്കുന്നിടത്താണ് ഈ ഹിരോഷിമയുടെ ദിനാചരണം അർത്ഥവത്താകുന്നത്. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുന്നിടത്തല്ല, ക്ഷമിക്കുന്നിടത്താണ് മനുഷ്യത്വം എന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമിക്കുമ്പോഴാണ് ഈ ദിവസത്തിന് അതിന്റെ പ്രാധാന്യം കിട്ടുന്നത്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വെന്തെരിഞ്ഞ ഓരോ യുദ്ധവും, ഓരോ യുദ്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലും നിന്റെ ഉള്ളിൽ ഇത്തരം പ്രതികാര ചിന്തകൾ ഒഴിവാക്കാൻ എനിക്കും നിനക്കും സാധിക്കട്ടെ.